ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? എങ്ങനെയുണ്ട് പഠനമൊക്കെ? നല്ല രീതിയിൽ തന്നെ പോകുന്നില്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇനിയുള്ള കുറച്ച് ദിവസത്തേക്ക് നമ്മൾ എങ്ങനെയായിരിക്കണം ഈ വരുന്ന അതായത് ഓഗസ്റ്റ് 1 നടക്കുന്ന നമ്മളുടെ പ്രിലിമിനറി എക്സാംസിന് എങ്ങനെയായിരിക്കും പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷേ അതിന് മുൻപ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് പറയണം എന്ന് തോന്നി. വേറൊന്നുമല്ല, കുറച്ച് പേര് എനിക്കറിയാം ഒരുപാട് വിഷമത്തിലൊക്കെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഇന്നലത്തെ എക്സാമിൻ്റെ ക്യാൻസലേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ഒക്കെ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ പ്രതീക്ഷയോട് കൂടി അവിടെ ചെന്നപ്പോഴേക്കും ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു എക്സാം ക്യാൻസൽ ആയി എന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടാവുക. അത് സത്യത്തിൽ നല്ല വിഷമം ഉണ്ടാക്കുന്നത്. ഇതൊരു അതായത് പഠിച്ച് നല്ല വൃത്തിയായി അങ്ങനെയൊക്കെ പോയ ഒരാൾക്ക് ഏതൊരാൾക്കും വിഷമിക്കാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ട്. പക്ഷേ നമ്മളുടെ അതായത് നമ്മളുടെ ഭാഗത്തൊരു തെറ്റുകൊണ്ടല്ല ഇങ്ങനെയൊന്നും സംഭവിച്ചത്. അപ്പോൾ സത്യത്തിൽ നമുക്ക് അതായത് നിങ്ങളൊരാൾക്ക് മാത്രമല്ല ഈ ഒരു കാര്യം കൊണ്ട് എഫക്റ്റഡ് ആയിട്ടുള്ളത്. ചുറ്റുമുള്ള ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഇത് എഫക്റ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ അതാലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എന്തോ സംഭവിച്ചു, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. പക്ഷേ നമ്മളിനി അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കുറ്റപ്പെടുത്തിയിട്ടും കുറേ വിഷമിച്ച് കുറേ കരഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഓക്കെ. അപ്പോൾ നമ്മളിനി ഇത് മൂവ് ഓൺ ചെയ്യുക. ഇനി അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. എക്സാം ഇനിയും നടക്കും അല്ലേ? ഇനിയും ഈ എക്സാം തന്നെ ഇനിയൊരു തവണയും കൂടി നടത്തുന്നുണ്ട്. അപ്പോൾ ആ എക്സാമിന് കൃത്യമായി പോയി അറ്റൻഡ് ചെയ്യാന്നല്ലാതെ ഇതിനപ്പുറത്തേക്ക് നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. ഓക്കെ. അപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഇനിയും അവസരങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഈ ഒരു ഇപ്പം നാളത്തെ ഒരു എക്സാം ചിലപ്പോൾ ക്യാൻസൽ ആയിട്ടുണ്ടാവുക. ചിലപ്പം നിങ്ങളും ചിന്തിച്ച് നോക്കിയാൽ ഓക്കെ, ഇനി കുറച്ചും കൂടി പഠിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് മുന്നിൽ കിട്ടിയതല്ലേ. അപ്പോൾ ഇനി അത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് അങ്ങ് പഠിക്കാം. ഓക്കെ. നമ്മൾ ആ രീതി മാത്രം നമ്മൾക്ക് ഒരു കാര്യത്തിനെ കുറിച്ച് ഏറ്റവും നെഗറ്റീവായിട്ട് ചിന്തിക്കുക, ഏറ്റവും പോസിറ്റീവായിട്ടും ചിന്തിക്കുക അല്ലേ. അപ്പോൾ ഈ ഒരു സംഭവത്തെ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടി അധികം ടൈം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി മാക്സിമം പഠിക്കുക. ഓക്കെ. കുറച്ചുകൂടി നമ്മൾ ഇത്ര ദിവസം വിട്ട് പോയ കുറച്ച് പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മാക്സിമം ഇരുന്ന് പഠിക്കുക. ഇപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇന്നലെ ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതായത് പ്രാക്ടിക്കലി ഒരു എക്സാം മാത്രമേ നടന്നിട്ടുള്ളെങ്കിൽ പോലും, അല്ലെങ്കിൽ ടെക്നിക്കലി ഒരു എക്സാമേ നടന്നിട്ടുള്ളെങ്കിൽ പോലും നമുക്ക് 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഏത് ഭാഗത്തു നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതെന്ന് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് തന്നെ കൃത്യമായിട്ട് ഏതൊക്കെ ഭാഗങ്ങളാണ് എന്നൊക്കെ കൃത്യമായി നോക്കി നോക്കി പഠിക്കേണ്ട ആവശ്യകത നിലവിലുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പം അതിനുള്ള റിസൾട്ട് എന്തായാലും ഉണ്ടാവും കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും പറ്റുന്നൊരു നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പം നമുക്ക് ഏതൊക്കെ ടോപ്പിക്സാണ് എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, അതായത് ഇനി എന്തൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ ഞാൻ പറയണത്. അപ്പം നിങ്ങൾ ഓൾറെഡി ഈ പഠനം തുടങ്ങി അത്യാവശ്യം ഏകദേശം എല്ലാം സെറ്റായിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഏകദേശം കുറേ കാര്യങ്ങളൊക്കെ അറിയാം. എന്നാൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ലീവ് ചെയ്തിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് റിവിഷനാണ്. മാക്സിമം റിവൈസ് ചെയ്യുക. എത്രത്തോളം നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റുമോ അത്രയും റിവൈസ് ചെയ്യുക. പിന്നെ അടുത്ത ഇപ്പം നിങ്ങൾ ഇതുവരെ ഒന്നും ക്ലാസ് കണ്ടിട്ടേ ഇല്ല, അങ്ങനെ ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, മാരത്തോൺ ക്ലാസ്സസ്. എത്രത്തോളം മാരത്തോൺ ക്ലാസ്സസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അത്രത്തോളം മാരത്തോൺ ക്ലാസ്സസ് കാണുക. ഈ മാരത്തോൺ ക്ലാസ്സസ് കാണുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക്കലി ഇന്നൊരു ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് അല്ല വരിക. ഏകദേശം എല്ലാ ഭാഗത്തു നിന്നുള്ള ടോപ്പിക്സും കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു പോകും. അത് നിങ്ങൾക്ക് എന്തൊക്കെ പറഞ്ഞാലും ഗുണമാണ്. ഓക്കെ. അപ്പം ഈ മാരത്തോൺ ക്ലാസ്സസ് എടുക്കുന്ന ഏകദേശം എല്ലാവരും വലിയ വലിയ അധ്യാപകരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളും അനലൈസ് ചെയ്തിട്ട് തന്നെ ഇരിക്കും ഇങ്ങനെ വന്നിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഏതിൻ്റെയാണ് ഇപ്പം നിങ്ങൾ ഒരു സ്ഥലത്തിൻ്റെ ഒരു എന്താ സൈലത്തിൻ്റെ മാത്രം അല്ലെങ്കിൽ എൻട്രിയുടെ മാത്രം അങ്ങനെ കാണുള്ളൂ എന്നുള്ള വാശിയൊന്നും വേണ്ട. എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നു എവിടെ നിന്നൊക്കെ നിങ്ങൾ കാണാം. ഓക്കെ. അപ്പം നമുക്ക് വിശ്വസനീയമായ ഒരു സോഴ്സ് ആവണമെന്നുള്ളതിന് അപ്പുറത്തേക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ മാക്സിമം ഇപ്പോൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അതുപോലെ തന്നെ PYQs എവിടെ നിന്നൊക്കെ നമുക്ക് PYQs കണ്ടുപിടിക്കാൻ പറ്റുമോ, എത്രത്തോളം നമുക്ക് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാം. പക്ഷേ ഇതിൻ്റെ കൂടെ ചെയ്തു പോകേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SCERT നിങ്ങൾ ഇപ്പോൾ ഇനി വരുന്ന വളരെ കുറച്ച് ദിവസം തന്നെയുള്ളൂ. അപ്പോൾ ഈ ദിവസങ്ങളിൽ ആദ്യം തന്നെ ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് SCERT എങ്ങനെ പഠിക്കേണ്ടത്, ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നോക്കേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞത് ഇതാണ്, നമ്മൾ ഫസ്റ്റ് 9ാം ക്ലാസ്സിലെ SCERTയിൽ നിന്ന് തുടങ്ങുന്നത്. ഇപ്പോൾ ഇതുവരെ SCERT തൊട്ടിട്ടേ ഇല്ല, ഫസ്റ്റ് മുതൽ ഇപ്പോഴാണ് ഇങ്ങനെ പഠിക്കാതിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറയുക, നിങ്ങൾ മാക്സിമം മാരത്തോൺ ക്ലാസ്സസും അതുപോലെ തന്നെ PYQ ക്ലാസ്സസും കാണാം. അതൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ് കേട്ടോ. യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെ കണ്ടു തീർക്കുക. മാക്സിമം 2x ഇട്ടോ 2x ആണെങ്കിൽ 3x ഇട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ 3x ഇട്ടാണെങ്കിൽ ഇങ്ങനെയാണെങ്കിലും മാക്സിമം PYQs ചെയ്യുക. ഒരു മിനിറ്റ് പോലും ഒഴിവില്ലാതെ അങ്ങനെ PYQസും ചെയ്യുക. അതുപോലെ തന്നെ SCERT ഡെയിലി 9ാം ക്ലാസ്സിലെ ജോഗ്രഫീൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തുടങ്ങുക. ഓക്കെ. അതിലുള്ള ചാപ്റ്റേഴ്സൊക്കെ കൃത്യമായിട്ട് പഠിച്ചു പോകുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ശതമാനം മാർക്ക് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ അതായത് ലോകത്തിൻ്റെ നെറുകയിൽ എന്നുള്ള ചാപ്റ്ററൊക്കെ ആ ഭാഗത്തു നിന്ന് അങ്ങനെ തുടങ്ങുക. പിന്നെ വിശാല സമതല ഭൂമിയിൽ, പിന്നെ ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി, പിന്നെ
മണലാരണ്യത്തിലൂടെ, തീരങ്ങളിലൂടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ജോഗ്രഫീൻ്റെ ചാപ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെ ഓരോ ചാപ്റ്റേഴ്സ് ഇങ്ങനെ മെല്ലെ കുറച്ച് ദിവസമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷേ എത്രത്തോളം നമുക്ക് പഠിക്കാൻ പറ്റും, ഒരു ദിവസം തന്നെ 2 ചാപ്റ്റേഴ്സൊക്കെ പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അടിപൊളിയായി. ഓക്കെ. അപ്പോൾ എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാൻ പറ്റും അത്രയും ചാപ്റ്റേഴ്സ് വേഗം ഓടിച്ച് പഠിച്ച് പോകുന്നത് നല്ലതായിരിക്കും. മാക്സിമം ഞാൻ പറഞ്ഞ പോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും PYQസും ചെയ്യുക. PYQ എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു PYQ മൊത്തത്തിൽ നിങ്ങളിരുന്ന് ചെയ്ത് നോക്കുക. എങ്ങനെ മാർക്ക് കൂടുന്നുണ്ട്, ഇമ്പ്രൂവ് ആവുന്നുണ്ടോ, ഏത് മേഖലയിൽ നിന്നാണ് നിങ്ങൾക്ക് തീരെ മാർക്ക് കിട്ടാത്തത്, അങ്ങനെ ഒരു മേഖല കണ്ടെത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ മേഖലകൾ ഏതാണ് ടോപ്പിക് എന്ന് വെച്ചാൽ ആ ടോപ്പിക്കിൽ നിന്നുള്ള മാക്സിമം PYQs കളക്ട് ചെയ്യുക. PYQs തന്നെ ഇരുന്ന് കേട്ടോണ്ടേയിരിക്കുക. ഓക്കെ. അപ്പോൾ ഇത്ര കാര്യങ്ങളെ നമുക്കിപ്പോൾ ഇനി പ്രിപ്പറേഷൻ തുടങ്ങുന്ന ഒരാൾക്ക് ഇത്ര കാര്യങ്ങളാണ് മെയിൻലി ചെയ്യാനുള്ളത്. പിന്നെ നിങ്ങളിപ്പോൾ കുറച്ചൊക്കെ ആയി അങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ഈ രീതിയിൽ തന്നെ ഈ മാരത്തോൺ ക്ലാസ്സസും PYQസും SCERTയും മാത്രം ഫോക്കസ് ചെയ്തിട്ട് തന്നെ പോവുക. പിന്നെ ഇപ്പം ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് മാത്സ് ലൈക്ക് എനിക്കറിയില്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാണോന്ന് അറിയില്ല. മാത്സൊന്നും അത്ര ബുദ്ധിമുട്ടുള്ളൊരു രീതിയിലല്ല വന്നിട്ടുള്ളത്. കുഴപ്പമില്ല, വലിയൊരു പ്രശ്നമില്ലാതെ അത്യാവശ്യം ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി വരുന്ന എക്സാമുകൾക്ക് അങ്ങനെ ആവുമെന്ന് വിചാരിക്കാം. ഉറപ്പില്ല. എന്നാൽ പോലും 10th ലെവൽ പ്രിലിമിനറി എക്സാം ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ മാക്സിമം ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്യണം, PYQസും അതേപോലെ തന്നെ മാത്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, മാക്സിമം ക്ലാസ്സസ് ഇങ്ങനെ കാണാം. പിന്നെ സൈലത്തിൽ തന്നെ മാത്സിൻ്റെ സാറ് വന്നിട്ട് ഒരു 8 ഹവേഴ്സിൻ്റെ അങ്ങനെ എന്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡെയിലി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഇരുന്നിട്ട് അതിൽ സാറ് തന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് ചെയ്ത് നോക്കുന്നത് എഫക്റ്റീവ് ആവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞ മെത്തേഡ്സ് ഓർമ്മയുണ്ടല്ലോ. മാരത്തോൺ ക്ലാസ്സസ് എത്രത്തോളം കാണാൻ പറ്റുന്നു അത്രത്തോളം. ഇപ്പോൾ 2, 3, 4, 5 ഇപ്പം ഞാൻ പറയണത് ഇപ്പോഴത്തെ എന്താ ക്ലാസ്സസ് മാത്രം കാണണം എന്നല്ല. ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെയും അതായത് ആ സമയത്തുള്ള CAകൾ നോക്കാതിരുന്നാൽ മതി. ബാക്കി എല്ലാ ക്ലാസ്സസും നിങ്ങൾ നോക്കണം. പിന്നെ CAക്ക് ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് നോക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഈ ലോകസഭ മീൻസ് ഇപ്പം നടന്ന എലക്ഷൻ, അതായത് ഇപ്പോഴത്തെ എലക്ഷൻ ഉണ്ടല്ലോ, നിയമസഭ എലക്ഷന്, പിന്നെ ലോകസഭ എലക്ഷൻ മുൻപത്തത്, പിന്നെ അതുപോലെ തന്നെ അവാർഡുകളിലെ ഏറ്റവും പുതിയ സാഹിത്യ പുരസ്കാരങ്ങളൊന്നും നോക്കി പോകുന്നത് നല്ലതായിരിക്കും. അപ്പം പിന്നെ തീമുകളൊന്ന് നോക്കി പോകുന്നത് നല്ലതായിരിക്കും. പിന്നെ പത്മ അവാർഡ്സ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് വീഡിയോ. അതൊന്ന് അതിൽ കുറേ കോഡ് വെച്ചിട്ടൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. പിന്നെ പുതിയ അപ്പോയിൻമെൻറ്റ്സുകൾ ഒന്ന് നോക്കണം. ഇതൊക്കെയാണ് എനിക്ക് മെയിൻലി തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ, അല്ല ഇതൊക്കെ ഒന്ന് ഓടിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേയൊക്കെ ആൻസേഴ്സ് കിട്ടും. പിന്നെ എനിക്ക് ഇപ്രാവശ്യത്തെ എക്സാം ചെയ്തപ്പോൾ മനസ്സിലായത് ടഫുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈസിയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാത്സും അത്യാവശ്യം നല്ല ഈസി തന്നെയായിരുന്നു. മാത്സിൽ അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇതൊക്കെ നോക്കിയിട്ട് കൃത്യമായി അനലൈസ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ നിങ്ങൾ എക്സാം എഴുതിയാൽ മാത്രമേ നിങ്ങളുടെ ഏതാണ് നിങ്ങളുടെ വീക്ക് ഏരിയ എന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ വീക്ക് ഏരിയ മനസ്സിലാക്കി പഠിക്കുക. വീക്ക് ഏരിയ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടെക്നിക്സ് ഇനി വർക്കൗട്ട് ആവുന്നതിനാണ് PYQs ചെയ്യുക എന്നുള്ളതാണ് ആകെയുള്ള ടെക്നിക്ക്. എന്നിട്ട് ഈ എക്സാം കഴിഞ്ഞതിന് ശേഷം പ്രിലിംസിന് നമുക്ക് കയറിയേ പറ്റുള്ളൂ. പ്രിലിംസ് കയറിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, പിന്നെ നമ്മൾ മെയിൻസിലോട്ടുള്ള പഠനമാണ് കേട്ടോ. മെയിൻസിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏത് വിധേനയും പഠിച്ച് ആ ജോലി നേടുക തന്നെ ചെയ്യും. ഓക്കെ. ഏത് ജോലിയാണ് നിങ്ങൾ BULD ആണോ അതോ കമ്പനി ബോർഡ് വിജയസ് ആണോ, ഏതാണെങ്കിലും വേണ്ടില്ല, ആ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യും. നമ്മളുടെ 100% കൊടുത്തിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യും. അപ്പം അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ആക്കാതെ പഠനം ആരംഭിച്ചോളൂ. എന്തായാലും കിട്ടും. അത്യാവശ്യം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും കിട്ടാനുള്ള സാധ്യത ഉണ്ട്. കാരണം അത്രയും വേക്കൻസികൾ ഉള്ള പോസ്റ്റാണ് ഇത്. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം നിങ്ങളത് പരിഗണിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.